നമസ്കാരം. ഗാന്ധി സ്റ്റുഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ടൗണിനടുത്ത് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും KSRTC ബസ് സ്റ്റാൻഡിനും എല്ലാം തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു വലിയ പാറയാണ്. ഈ പാറയുടെ പേര് ചുട്ടിപ്പാറയാണ്. അപ്പോൾ ചുട്ടിപ്പാറയുടെ മുകളിലാണ് നമ്മളുള്ളത്. ഇവിടെ വരുന്നത് എങ്ങനെയാണ്, ഇവിടെ വരുന്ന വിശേഷങ്ങളൊക്കെ ഇപ്പം മുതൽ നിങ്ങളിങ്ങോട്ട് കാണുക. കണ്ടേച്ച് ഈ വീഡിയോ മുഴുവൻ കണ്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. മാത്രമല്ല, ഇഷ്ടപ്പെട്ടാൽ ഷുവറായിട്ട് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. തുടർന്നുള്ള നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ചുട്ടിപ്പാറ കാണാം. നമ്മളങ്ങനെ പത്തനംതിട്ട ടൗണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ടൗണിന് തൊട്ടടുത്തുള്ള ചുട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലം കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പത്തനംതിട്ടയിൽ തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് ചുട്ടിപ്പാറ എന്ന് പറയുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. ഒരു തവണ അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ ഈ ചുട്ടിപ്പാറ കാണാൻ വേണ്ടി വരികയുണ്ടായി. എങ്കിൽ അന്ന് നമുക്ക് ചുട്ടിപ്പാറ ഷൂട്ട് ചെയ്യാനുള്ള യാതൊരു വിധമായിട്ടുള്ള ഒരുക്കത്തോടും കൂടിയല്ല വന്നത്. മറ്റൊരു യാത്രയുടെ ഭാഗമായിട്ട് ഈ വഴി പോയപ്പോഴാണ് നമ്മൾ അന്ന് പത്തനംതിട്ടയിൽ ചുട്ടിപ്പാറ കാണാൻ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അന്ന് വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും ക്രമീകരിച്ചില്ല. അന്നേ പ്ലാൻ ചെയ്തു അധികം താമസിയാതെ തന്നെ ചുട്ടിപ്പാറ നമുക്കൊരു വ്ളോഗാക്കി അപ്ലോഡ് ചെയ്യണമെന്നുള്ളത്. ഏതായാലും ഇന്നാണ് നമുക്കങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത്. ഇതിനു മുമ്പ് ഒരു തവണ വന്ന് കണ്ടെങ്കിലും നമുക്ക് ആ സ്ഥലവും വഴിയൊക്കെ അത്ര നിശ്ചയം ആയി എന്ന് പറയാനൊക്കത്തില്ല. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോട് തന്നെയാണ് ഞങ്ങൾ ഇത്തവണ പോകുന്നത്. ഇത്തവണ ഞങ്ങളോടൊപ്പം അദ്ദേഹം ഇല്ല എന്നുള്ളൊരു കുറവുണ്ട്. അന്ന് അദ്ദേഹം വഴികാട്ടിയായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് യാത്ര കുറച്ചുകൂടെ സുഗമമായിരുന്നു. എന്നാലും ഇവിടെ എത്തുന്നതിന് ആർക്കും ബുദ്ധിമുട്ടില്ല. പത്തനംതിട്ട ടൗണിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ നേരെ പത്തനംതിട്ടയിൽ വരിക. പത്തനംതിട്ട ടൗണിൽ ജില്ലാ ജയിലിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഈ ചുട്ടിപ്പാറയിലേക്ക് പോകാനുള്ള റോഡ്. ജില്ലാ ജയിലിനോട് ചേർന്ന് കിടക്കുന്ന റോഡിലൂടെയാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിയാനാണ് ഗൂഗിൾ മാപ്പ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിയുന്നു. ഈ കാണുന്ന മതിൽ ജയിലിൻ്റെ മതിലാണ്. ജയിലിൻ്റെ മുന്നിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് നേരെ മുന്നോട്ട് പോവുക. ഈ കാണുന്ന ലെഫ്റ്റ് നമ്മൾ തിരിയാണ്. ഈ ജംഗ്ഷൻ്റെ പേര് ഓർത്തോണം. കണ്ണൻകര എന്നാണ് ഈ ജംഗ്ഷൻ്റെ പേര്, കണ്ണൻകര. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ മെയിൻ റോഡിൽ നിന്ന് ഇടത്തേക്ക് തിരിയുക. കണ്ണൻകര ജംഗ്ഷനിൽ വന്നിട്ട് ഇടത്തേക്ക് തിരിയുക. നേരെ മുന്നോട്ട് 1 കിലോമീറ്റർ യാത്ര ചെയ്യണ്ട. ഇനി വളരെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് പോകാനുള്ള സ്ഥലം. നേരെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഇടത്തേക്ക് ഒരു കോൺക്രീറ്റ് റോഡാണ്. ആ റോഡിലൂടെ നേരെ മുകളിലോട്ട് കയറിയാൽ നമുക്ക് ചുട്ടിപ്പാറ കാണാം. ഇനി നമുക്ക് ഈ കോൺക്രീറ്റ് റോഡിലൂടെ നടന്നു വേണം മുന്നോട്ട് പോകാനായിട്ട്. കയറ്റമാണ്, നല്ല കയറ്റമാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് കാറ് കൊണ്ടുപോകാൻ പറ്റും. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം മുന്നോട്ട് കാറ് കൊണ്ടുപോയെങ്കിലും അവിടെ വണ്ടി തിരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, അതിലെ വേറൊരു വണ്ടി വരുന്ന സമയത്ത് നമുക്ക് സൈഡിൽ പാർക്ക് ചെയ്യുന്നതൊക്കെ വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അന്നേ ഞങ്ങൾ വണ്ടി തിരിച്ച് താഴെ കൊണ്ടുവന്നിടുമായിരുന്നു. ഇത്തവണ നമ്മുടെ മുകളിലോട്ട് വണ്ടി കയറ്റിയിട്ടില്ല. അപ്പൂസേ വാവിയേ നിൽക്കേ മടുക്കും. എങ്ങനെയുണ്ട് കയറ്റം? അവിടെയെന്നാ അതാ പത്തനംതിട്ട ടൗണ്. എന്താ ആ കാണുന്നത്? ആ കാണുന്നത് മേളിൽ ചെന്നിട്ട് കാണാം. വാ.
പിന്നെ നല്ല അടിപൊളി കയറ്റമാണ്, ഭയങ്കര കയറ്റമാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റെപ്പുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കെല്ലാം നിന്നാണ് വന്നേ. അതുകൊണ്ടോ സ്റ്റെപ്പും ഒരുപാട് സ്റ്റെപ്പ് അങ്ങോട്ട്, പിന്നെ അങ്ങോട്ട് വലിയൊരു ഇറക്കമാണ്. അപ്പം നമുക്കിനി കയറിപ്പാം. ഞങ്ങൾ വൈകുന്നേരം ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു 5:45 ഇപ്പോൾ സമയം. അതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല, തണലായി. പക്ഷെ നമുക്ക് കുറച്ച് സമയം ഇവിടെ കിട്ടത്തുള്ളൂ ഇത്രയും വൈകിയത് കൊണ്ട്. ഏതായാലും ഉള്ള സമയത്തിന് വേഗം മേളിച്ചെന്ന് കാഴ്ചകളൊക്കെ കാണാം. ചുട്ടിപ്പാറ പത്തനംതിട്ട ടൗൺ ക്ലിയറായിട്ട് കാണാം. ആ കാണുന്ന നമ്മുടെ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അതിൻ്റെ തൊട്ട് പുറകിൽ KSRTC ബസ് സ്റ്റാൻഡ് നമുക്ക് കാണാം. പിന്നെ അവിടെ ജില്ലാ ജയിലിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം. പിന്നെ അവിടെ കുറേ മോസ്കുകൾ കാണാം. ബസ് സ്റ്റാൻഡ് ഇപ്പം നന്നായിട്ട് കാണാം. നമ്മൾ വന്ന വഴി ഏകദേശം ടൗണിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഇടുന്ന കാണാം അല്ലേ. നമുക്ക് സന്ധ്യയായിട്ട് പോയാൽ മതി. സന്ധ്യ ആകുമ്പോൾ ഒത്തിരി ലൈറ്റൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട്. അതിലോട്ട് വാ. പത്തനംതിട്ട മുഴുവൻ കാണാം, ടൗൺ മൊത്തം കാണാം, അടിപൊളിയാണ്. ഇപ്പോൾ ആ സൈഡ് ഭയങ്കര വെയിലായതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പ്രയാസമാണ്. സന്ധ്യ ആകുമ്പോൾ നമുക്ക് ടൗൺ കാണാം. പക്ഷേ ഇങ്ങോട്ട് കയറി വരുന്നത് വളരെ പ്രയാസമാണ്. പ്രായമുള്ളവർക്കും കൊച്ചു പിള്ളേർക്കും ഒക്കെ കയറി വരുമ്പോൾ ശകലം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കിതപ്പൊക്കെ ഒരുപാടുള്ളവർക്ക് പ്രയാസമാണ്. എന്നാലും കയറാം. അത് കുറച്ച് അങ്ങ് അകലയിലോട്ട് കാണുന്നതെല്ലാം വനമേഖലകളാണ്. ഈ അടുത്ത് ഈ പാറയുടെ താഴെവശം ആ കാണുന്നതെല്ലാം ആൾത്താമസം ഉള്ള ജനവാസ മേഖലകളാണ്. അവിടെ ഒരുപാട് സ്കൂളുകളും ഒരുപാട് വീടുകളും ഒക്കെ കാണാൻ കഴിയും. പിന്നെ മുകളിലൊരു അമ്പലം കയറി ചെല്ലുമ്പോൾ അത് കാണാം. ഹനുമാന്റെ ടൗണിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കൂടുതലും ടെക്സ്റ്റൈൽസുകളും അങ്ങനെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഒക്കെയാണ്. ജയില് ഒരു വശത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ ടൗണിൻ്റെതായിട്ടുള്ള ആ ഭംഗിയും, ഇടതുവശത്തേക്ക് മറ്റൊരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വനമേഖലകളും അതുപോലെ തന്നെ ആൾത്താമസമുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. കുന്നും മലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൂസിന് വാവിക്കും പിന്നെ കാല് നിലത്തുറക്കത്തില്ല. എത്ര കുത്തനെയുള്ള പാറയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കും. നമ്മളൊന്ന് ശ്രദ്ധിക്കണം, എങ്കിൽ പോലും അവർക്ക് വലിയ സന്തോഷമാണ്. ഇവിടെ നിന്ന് നല്ല കിഡുമായിട്ട് സൂര്യാസ്തമയം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ആ സമയം കൂടെ നമുക്കിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സ്റ്റെപ്പൊക്കെ ഞങ്ങൾ കയറി വന്നു. ഇനിയുണ്ട്, ഇനി മേലോട്ട് ഒരുപാട് കയറാനുണ്ട്. വലിയ കയറ്റം കഴിഞ്ഞെന്ന് വേണം പറയാൻ. എന്നാലും ഇനി പാറയുടെ മുകളിലേക്ക് കയറണം. നമുക്കിപ്പോൾ വ്ളോഗ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചാൽ വാവിയുടെ അഭിപ്രായം എപ്പോഴും ഏതെങ്കിലും മലകളുള്ള സ്ഥലത്തേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പൂസും അതുപോലെ തന്നെയാണ്. എന്നാലും അപ്പൂസിന് അങ്ങനെ പ്രത്യേകിച്ചില്ല, എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയാണ്. ബീച്ചിൽ പോയാലും ഒക്കെ പുള്ളിക്ക് ഇഷ്ടമാണ്. എന്നാൽ വാവിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് മലകളുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ വന്നപ്പോഴേ എനിക്ക് പഴയ കന്മദം സിനിമ ഓർമ്മ വന്നു. ആ സിനിമയ്ക്കകത്ത് കാണുന്ന ആ ഒരു ലൊക്കേഷൻ, അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഈ ഒരു പ്രകൃതി ഭംഗിയാണ് പറഞ്ഞത്, ആ സ്ഥലമല്ല, ആ നാടുമല്ല. ഈ സ്ഥലം കാണുന്ന സമയത്ത് അത്തരം ഒരു കഥ ഈ സ്ഥലം പറയുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരു പക്ഷേ ഒരു വീഡിയോ ക്ലിപ്പ് എന്ന രീതിയിൽ നമ്മൾ ഈ സ്ഥലം കാണുന്ന സമയത്ത് ഈ സ്ഥലത്തിൻ്റെ താഴ്ചയും ഉയർച്ചയൊക്കെ തിരിച്ചറിയാനായിട്ട് പ്രയാസമുണ്ടാവും. കാരണം മുഴുവൻ പാറയാണ്, ഇതിനകത്ത് പുല്ല് വളരെ കുറവാണ്. പക്ഷേ വളരെ താഴ്ചയുള്ള സ്ഥലം തന്നെയാണ്. അപ്പൂസും ഭാവിയൊക്കെ വളരെ ലാഘവത്തോടെ ഇതിൽ നടക്കുന്നത് കാണുമ്പം അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെങ്കിൽ റിസ്ക്കുള്ള സ്ഥലം തന്നെയാണ്. നമ്മൾ കുട്ടികളെ
ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളും സൂക്ഷിച്ച് തന്നെ നടക്കേണ്ടതാണ്. മഴയുള്ള സമയത്താണെങ്കിൽ വഴുക്കലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴ് നമുക്ക് നടക്കാനുള്ള സൗകര്യാർത്ഥം ഈ പാറയിലൊക്കെ സ്റ്റെപ്പ് പോലെയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നടന്ന് കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മളിങ്ങോട്ട് വരുന്ന വഴിയാണെങ്കിലൊക്കെ സൈഡിൽ പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് പൈപ്പ് കൊണ്ടൊക്കെ നമുക്ക് കൈവിരികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്നതാന്ന് പറഞ്ഞാൽ അപ്പൂസിന് ഭാവിക്കും ആ വഴിയൊന്നും പോകാൻ ഇഷ്ടമില്ല, നേരെ കുത്തുപാറ കയറണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂടുതലായിട്ടും നേരിട്ടും അല്ലാതെയൊക്കെ പറയാറുള്ളൊരു കാര്യം, നമ്മുടെ ചാനലിൻ്റെ ഒരു ജീവനെന്ന് പറഞ്ഞാൽ അപ്പൂസും ഭാവിയും അവരുടെ കളികളും അവരാസ്വദിക്കുന്നതൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നതാണ്. സ്ഥലങ്ങൾ അവരെങ്ങനെ എൻജോയ് ചെയ്യുന്നു എന്നത് നോക്കി ആണ് ആളുകൾക്ക് കൂടുതലും ഈ ചാനലിനോട് അല്ലെങ്കിൽ ഈ വീഡിയോയോട് ഇഷ്ടം തോന്നാറ്. അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പോകാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളും ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പോകാൻ സാധിക്കുന്ന സ്ഥലങ്ങളാണ്. അവരറിഞ്ഞിരിക്കേണ്ട, അവരെ കൊണ്ട് കാണിക്കണം എന്ന് നിർബന്ധം തോന്നുന്ന സ്ഥലങ്ങളിലാണ് ഞാൻ പോകാൻ തയ്യാറാകുന്നത്. അവിടെ ഒരുപാട് മരുന്നുണ്ടാവും. അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയെക്കുറിച്ച് ഞാൻ ഇവിടെ അടുത്തുണ്ടായിരുന്ന 2 ചെറുപ്പക്കാരോട്, അവർ ഈ നാട്ടുകാരാണ്, ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഇവിടെ നേരത്തെ വന്യമൃഗങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെയുള്ള ആളുകളൊക്കെ പലതരത്തിൽ ഭീഷണിയായ സമയത്താണ് ആ ഗുഹ പൂട്ടിയതെന്നാണ്. ആ ഗുഹ അങ്ങനെ തുറന്നു കിടന്നാൽ ഇതുപോലുള്ള വന്യമൃഗങ്ങൾ ആളുകൾ താമസിക്കുന്ന ഈ സ്ഥലത്തും വന്ന് പാർത്ത് അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. യാത്ര ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പഠനം തന്നെയാണ്. അതുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെയുള്ള യാത്രകൾ പോകണം എന്നുള്ളൊരാശയം എൻ്റെ ഉള്ളിലുള്ളത്. അവർ പോകുന്ന സമയത്ത് യാത്രയിൽ പാലിക്കേണ്ട കുറേ അച്ചടക്കങ്ങൾ, മുന്നൊരുക്കങ്ങൾ, അതുപോലെ തന്നെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, അപകട സാധ്യതകൾ, അതിനെയൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും അത് എങ്ങനെ നമ്മൾ തരണം ചെയ്യണം, അതിനെങ്ങനെ നോക്കിക്കാണണം, അങ്ങനെയുള്ള അപകട സാധ്യതകളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഏത് പരിധി വരെ റിസ്ക് എടുക്കാവുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടെയുള്ള സമയത്ത് അവരറിയുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഭയങ്കര ഇരുട്ടാണ് അകം, നമുക്കൊന്നും കാണത്തില്ല. കണ്ടോ, ഇത് താഴുപയോഗിച്ച് പൂട്ടുന്ന തരത്തിൽ ഒരു ഗേറ്റ് പോലെയാണിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. മൊത്തം ഗ്രില്ലിട്ട് അടക്കിയായിരുന്നില്ല. അതുകൊണ്ട് ഒരു പക്ഷേ തുറക്കുകയോ അടയ്ക്കുകയൊക്കെ ചെയ്യാനായിട്ട് ആളുണ്ടായിരിക്കും. പത്തനംതിട്ട ടൗണിലേക്ക് വരുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്തനംതിട്ട വരുന്ന സാഹചര്യത്തിൽ ടൗണിന് തൊട്ടടുത്തുള്ള ഈ ചുട്ടിപ്പാറ കയറി കാണാനായിട്ട് മടി വിചാരിക്കേണ്ട. കുറച്ച് സമയം ചെലവഴിച്ചാൽ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടും. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഉച്ച സമയത്ത് വന്നാൽ നല്ല വെയിലായിരിക്കും. അതിരാവിലെ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ കോടമഞ്ഞൊക്കെ കാണാൻ കഴിയുമെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് തണുപ്പുള്ള സമയമാകുമ്പോൾ സീസണിൽ. അതുപോലെ തന്നെ വൈകുന്നേരമാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള സന്ധ്യ കാഴ്ചകൾ, അസ്തമയം കാണാം. അതുപോലെ തന്നെ ഈ ടൗണിലെ ലൈറ്റുകളൊക്കെ കത്തുന്ന സമയത്ത് സന്ധ്യയ്ക്ക് ഭയങ്കര മനോഹരമാണ് ആ കാഴ്ച. നമുക്കൊന്ന് കണ്ടു നോക്കാം.
ചുട്ടിപ്പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയുടെ പ്രത്യേകത ഇതാണ്. ചുട്ടിപ്പാറയ്ക്ക് ചുറ്റും കാണുന്ന സ്ഥലങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള സ്ഥലങ്ങളാണ്. എന്ന് വെച്ചാൽ പത്തനംതിട്ടയാണ് എങ്കിൽ പോലും പത്തനംതിട്ട ടൗണ് ഒരു വശത്തേക്ക് നോക്കിയാൽ കാണാം. ഒരുപാട് മലനിരകളൊക്കെയായി നീണ്ടു കിടക്കുന്ന വനമേഖലകളായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ മറ്റൊരു ദിക്കിൽ നമ്മൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരുപാട് ജനവാസ മേഖലകൾ നമുക്കിവിടെ കാണാം. നമ്മൾ മറ്റൊരു ദിക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പള്ളികളും അമ്പലങ്ങളും മോസ്കുകളും അങ്ങനെ ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങൾ കാണാം. സന്ധ്യ മയങ്ങി തുടങ്ങി, വെട്ടമൊക്കെ മങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്കിനി വീഡിയോയിൽ ഒരുപാട് നോയ്സൊക്കെ കയറി വരും. അതുകൊണ്ട് നമ്മൾ ഇനി അധിക സമയം വീഡിയോ എടുക്കുന്നില്ല. എങ്കിലും രാത്രിയിലെ കാഴ്ചകൾ കാണണം എന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ട്. രാത്രിയായി കഴിയുന്ന സമയത്ത് ഈ പാറയുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ ടൗണിൽ ഒരുപാട് നല്ല വഴിവിളക്കുകളൊക്കെ തെളിയും, വണ്ടികളൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. അത് വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. അപ്പം അതൊന്ന് ആസ്വദിക്കണം എന്ന് കണ്ട് കുറച്ച് സമയം കൊണ്ടിരിക്കുകയാണ്. സൗമ്യയുടെ കയ്യിലിരിക്കുന്ന പുല്ല് കണ്ടു. അത്രയും പുല്ലാണ് ഈ പാറയുടെ മുകളിലൊക്കെ. അത് ഈ പുൽത്തൈലത്തിൻ്റെയൊക്കെ സുഗന്ധമാണ് ആ പുല്ലിന്. ഞങ്ങൾ നേരത്തെ ഉപ്പുതറ 9 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ പോയിരുന്നു. നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇതുപോലെ ഇത്തരം പുല്ലായിരുന്നു ധാരാളമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വഴിവിളക്കുകളും കടകളിലെ ലൈറ്റുകളും ഒക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ ഈ വഴി കൂടെ പോകുന്നത് അതിസുന്ദരമായിട്ടുള്ള കാഴ്ചയാകട്ടോ. നേരിട്ട് കാണുമ്പോൾ വളരെ ഭംഗിയാണ്. ഇത് ക്യാമറയ്ക്കകത്ത് കാണുന്നതും അത്ര മോശമല്ലാത്ത കാഴ്ചയാണ്. ഈ സ്ഥലം നമ്മളെ പരിചയപ്പെടുത്തിയത് നമ്മുടെ വ്ളോഗിൽ ഇതിന് മുന്നേ വന്നിട്ടുള്ള ബിനോ മാത്യു എന്ന് പറയുന്ന സുഹൃത്താണ്. പുള്ളി പത്തനംതിട്ടക്കാരനാണ്. അപ്പം ബിനോ മാത്യുവിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വേഗം വരുവേ.